ചില ദിവസങ്ങളിലൊക്കെ കടലക്കറീനേക്കാളും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇതിനാണ് ഈ ഗ്രീൻ പീസ് കറി. അതും വിശേഷിച്ചും അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുട്ടയല്ലേ തീർന്നത്. പോട്ടെ. അങ്ങനെ ആദ്യം കുറച്ച് അധികം ഗ്രീൻ പീസ് കറിയും കഴിച്ച് നല്ല കിടലെ മുട്ടക്കറിയും കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങ് പോയി. തുടങ്ങിയത് മുട്ടയിലാണ്, പിന്നെ അവസാനം നമ്മൾ തീർത്തത് ഒരു മുട്ടയിലാണ്. ചോറിന് വന്നപ്പോഴേക്കും ഈ മീനിൻ്റെ പേര് ഏതാണെന്ന് അമ്മമ്മയോട് ചോദിച്ചിട്ട് അമ്മമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നില്ല. അമ്മമ്മയ്ക്ക് അറിഞ്ഞുകൂടത്തുന്നതാണെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ മീൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനായിരുന്നു. അതുകൊണ്ട് മാത്രം കുറച്ച് ചോറെടുത്ത മീൻ കറി ഫുൾ അങ്ങ് തീർത്ത് കേട്ടോ. പിന്നെ ഞാനും ഇഡലിയായിട്ടുള്ളൊരു ആത്മബന്ധം അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ല. പക്ഷേ ഇന്ന് അധികം കഴിക്കാൻ പറ്റില്ല. വേറൊന്നുമല്ല, വൈകിട്ട് നമുക്കൊരു കല്യാണം ഉണ്ടാവുന്നുണ്ട്. രാവിലെ തൊട്ട് നമ്മളിങ്ങനെ കുറച്ചേ കഴിച്ച് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരുപാട് ചോറൊന്നും എടുത്തില്ല കേട്ടോ. രണ്ടാമത് ചോറ് മേടിച്ചതുമില്ല. ആദ്യമുള്ള ചോറിൽ തന്നെ നല്ലൊരു കൊഞ്ചി ചമ്മന്തിയും അവിയലും പച്ചടിയും 2 പപ്പടവും മീൻകറിയും സാമ്പാറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുഴച്ചടിച്ച് കേട്ടോ. പുളിശ്ശേരി അവിടെ ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളി പുളിശ്ശേരി. പക്ഷേ ഞാൻ തൊട്ടില്ല. ഞാനും പുളിശ്ശേരിയുള്ള ഉടക്ക് ഇനി തീരത്തുമില്ല, ഇപ്പം തീർന്നിട്ടുമില്ല.